it's me Tafsira once again. Welcome back to our channel. ഇന്ന് ഞാനൊരു ഫോട്ടോ ഫ്രെയിം വർക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് കൊടുത്താണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു 2 ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇന്നലെ കാണിച്ചത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഗിഫ്റ്റ് കൊടുത്താണ്. റംഷാഖക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇന്നലെ നിഷാനക്ക് കൊടുത്തായിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പിക്സാർട്ട് എന്ന ആപ്പാണ് ആദ്യം വേണ്ടത്. കാരണം ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് പിക്സാർട്ടിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് അവൈലബിൾ അല്ല. അപ്പോൾ ബ്ലാങ്ക് ഇങ്ങനെ കിടക്കും ആ സ്ക്രീൻ റെക്കോർഡ്. അപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പിക്സാർട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്കിപ്പ് എന്ന് കാണും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുകളിൽ സെർച്ച് ബാറിൽ അപ്പോൾ ഞാൻ അവിടെ സ്പ്ലാഷ് പല എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്ലാഷ് എഫക്റ്റാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സ്പ്ലാഷ് അല്ലെങ്കിൽ സ്പ്ലാഷ് എഫക്റ്റ് കൊടുക്കുമ്പോൾ സ്പ്ലാഷ് എഫക്റ്റുകൾ കുറേ നമുക്ക് വരും കേട്ടോ. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ചിലതിൽ ഇതുപോലെ ട്രൈ എന്ന് കാണൂല, ട്രൈ എന്നുള്ളതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിതേതുപോലെ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റാണ് വരിക. നമ്മൾ ഏത് സ്പ്ലാഷ് എഫക്റ്റാണ് എടുത്തത് ആ ഒരു എഫക്റ്റ് വരും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ഇങ്ങനെ കുറേ ഇതുപോലെ കോൺട്രാസ്റ്റ് കൂടിയതും ബ്രൈറ്റ്നസ് കൂടിയതും അതൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സേവ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് ഞാൻ 2 ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫാമിലി ഫോട്ടോ, ഒന്ന് റംഷാഖിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പ്ലാഷ് എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ എഫക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ട്രൈനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതാണ് ഫോട്ടോ അയച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് എൻ്റെ ഫോണിലുള്ള ചാർജ് ചെയ്യുന്നിട്ട് എന്താ പറയുക ഷട്ട് ഡൗൺ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അത് അവിടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും മനസ്സിലാവില്ല എങ്ങനെയാണ് പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. പിന്നെ നമുക്ക് ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് മുകളിൽ സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ സിമ്പിളാണ്. കാരണം ഞാൻ അധിക വീഡിയോയിൽ ഇതുപോലെയുള്ളതാണ് ഷെയർ ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാനായിട്ടും ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ A4 ഡോക്യുമെൻറ്റിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബ്ലാങ്ക് പേജാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ബ്ലാങ്ക് പേജ് വരും. അപ്പോൾ നമുക്ക് താഴെ ഗാലറിയിൽ പോയിട്ട് നമ്മൾ പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ഫാമിലി ഫോട്ടോ ആണ്. ഇത് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് ചെയ്ത് കാണിച്ചാലോ പിക്സാർട്ടിൽ ആ ഒരു എഫക്റ്റാണ് കേട്ടോ, സ്പ്ലാഷ് എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ താഴെ ഉണ്ടാവും ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും കോഡ്സ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കോഡ്സ് എഴുതി കൊടുക്കുക. ഇപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബർത്ത്ഡേനെ പറ്റി അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക. ഇത് ബർത്ത്ഡേ അങ്ങനെ ആനിവേഴ്സറി അങ്ങനെയുള്ള ഗിഫ്റ്റൊന്നുമല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു കോഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. വീണ്ടും താഴെ അല്ലെങ്കിൽ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിക്ക് പോകും. ഗാലറിയിൽ നിന്ന് നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ പിക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ റംഷാഖിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എവിടെയാണ് വെക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊരു ഏതൊക്കെ ഭാഗത്ത് വെച്ചാലാണ് ഭംഗിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോഡ്സ് എഴുതിയത് കാണില്ല. അപ്പോൾ ഒരു സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. എഴുത്ത് കുറച്ച് ഇങ്ങനെ ബാക്കിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വലിച്ചിട്ട് ഫോട്ടോ ഈ മറ്റേ സൈഡിലും വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോ കുറച്ച് ചെറുതാക്കേണ്ടി വരും. അങ്ങനെ ചെറുതാക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഒന്ന് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എഫക്റ്റ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
താഴെ ഉണ്ടാവും കേട്ടോ ക്രോപ്പ്, ടെക്സ്റ്റ്, ഗാലറി, അങ്ങനെ കളറ് എല്ലാ ഓപ്ഷനും അതിൽ താഴെ ഉണ്ടാവും. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് സേവ് ആക്കിയിട്ടുണ്ട് ആ ഫോട്ടോ. പിന്നെയും നമ്മൾ ക്യാൻവ ആപ്പിൽ സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻറ്റ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ A4 ഡോക്യുമെൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ A3 ഡോക്യുമെൻറ്റിൽ ബ്ലാങ്ക് പേജാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലാങ്ക് പേജ് വരുമ്പോൾ നമുക്ക് പിന്നെ ഇതുപോലെ ഗാലറി പല ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഗാലറിയിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫോട്ടോ, എനിക്കിതിൽ 2 ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. 2 ഗിഫ്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ A3 ഷീറ്റിൽ നമുക്ക് 2 A4 സൈസിലുള്ള ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള A4 സൈസിലുള്ള ഷീറ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ A3 ഷീറ്റിൽ ഫോട്ടോ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള A4 സൈസിലുള്ള ഷീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലർ കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, A3യിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എനിക്കെപ്പോഴും ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാനിത് സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഗാലറിയിൽ ഉണ്ടാവും. പിന്നെ നമ്മളത് പ്രിൻ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. ഇതാണ് A3 ഷീറ്റ്. A3 ഷീറ്റ് ഞങ്ങൾ കുറച്ചുകൂടെ കുറച്ചധികം ഉണ്ടാവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണം. A3 ഷീറ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് സംഭവം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിമിൻ്റെ ഈ ഗ്ലാസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം കട്ടർ വെച്ചിട്ടോ കത്രിക യൂസ് ചെയ്തിട്ടോ കട്ട് ചെയ്താൽ ഒരു അളവാണ് കറക്റ്റ് അളവ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഫ്രെയിമും അതിൻ്റെ ഗ്ലാസ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, നന്നായിട്ട് പൊടി പിടിച്ച് ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനത്തെ കോലമാക്കിയിട്ടോ ഞാനും കൂടുതൽ ഇക്ക തന്നെയാണ് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണ് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്നാണ്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയാണത് ചെയ്യുന്നത്. അപ്പോൾ ടുട്ടൂസും ഉണ്ട്, ഓളും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോർഡും വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്ലിപ്പ് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ മം എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെ ഉണ്ട്. അപ്പോൾ 2 ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ടുട്ടൂസ് മമ്മോസിൻ്റെ ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും പിന്നെ ഈ ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലും വന്ന് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ റീപ്ലൈ തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫ്രെയിം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അധികം വൈറ്റ് ഫ്രെയിമാണ് ചൂസ് ചെയ്യൽ. പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇടങ്ങേറുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അത് പാക്ക് ചെയ്തതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.